അതല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിരുന്ന ഒരു പാർട്ടായിരുന്നു ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ചെയ്ത വീഡിയോയിലില്ല. അപ്പൊ അവിടെ മുതൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഇമ്പൾസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഇമ്പൾസ്? എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം പ്രയോഗിക്കപ്പെടുന്ന തരത്തിലുള്ള ഫോഴ്സുകളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്ന പേരിൽ വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു വണ്ടി തള്ളിക്കൊണ്ടു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മേശ വലിക്കുകയാണ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ അപ്പൊ തുടർച്ചയായിട്ട് ബലം പ്രയോഗിക്കുകയും അതിന്റെ ഫലമായിട്ട് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയും ചെയ്യും. നമുക്കറിയാം അല്ലെ? ഇഫ് എ കാർ മൂവ്സ് ഫോർവേഡ് ഓർ ഇഫ് യു പുൾ എ കാർട്ട് to a particular direction, we apply continuously a force on that body and the position of that body will be continuously changing. So it's a small force but we are applying continuously and for a very long time. അത്തരത്തിലൊരു ഫോഴ്സിനെ കുറിച്ചല്ല നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് അതെന്ത് ചെയ്യുന്നു? എന്താണ്, ഒരു സെക്കൻഡ് പോലും എടുക്കാതെ അത് ആക്ട് ചെയ്യും. അതിനിപ്പോ എന്തൊരു എക്സാമ്പിൾ നമ്മൾ പറയാം അല്ലെ? നമുക്ക് സുപരിചിതമായ ഒരു എക്സാമ്പിൾ എടുക്കാം. ഹിറ്റിംഗ് എ നെയിൽ വിത്ത് ഹാമർ. ഒരാണി ഭിത്തിയിൽ അടിച്ചിറക്കുന്ന സമയത്ത് എങ്ങനെയാ നമ്മൾ അടിക്കുക? ആഞ്ഞടിക്കും അല്ലെ? ആഞ്ഞടിച്ച് ആ ഫോഴ്സ് ആ ആണിയുമായിട്ട് ആക്ട് ചെയ്യുന്നത് സെക്കൻഡിന്റെ ചിലപ്പോൾ 10-1 അല്ലെങ്കിൽ 100-1 സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കോണ്ടാക്ട് വരുന്നത്, ആ കോണ്ടാക്ട് വരുന്ന ആ സമയം കൊണ്ട് ആ ഫോഴ്സ് ആ ആണിയിൽ ആക്ട് ചെയ്യും. ആ ആണി എന്ത് ചെയ്യുകയും ചെയ്യും? ആ പലകയ്ക്കകത്തേക്ക് കടന്നു പോവുകയും അല്ലെങ്കിൽ ഭിത്തിക്കകത്തേക്ക് കടന്നു പോവുകയും ചെയ്യും. അതേസമയം നമ്മൾ ഒരു ചെറിയ ഫോഴ്സ് കുറെ നേരത്തേക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവിടെ കുറെ നേരം അമർത്തി പിടിച്ചുകൊണ്ട് ആണി കയറി പോവോ? ഇല്ല. ആണി കയറി പോകണമെങ്കിൽ എന്ത് വേണം? ഒരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. അത് കുറഞ്ഞ സമയത്തേക്ക് മതി. അപ്പൊ ഇത്തരത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇമ്പൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെട്ടുകത്തി കൊണ്ട് വെട്ടുന്നത്, വിറക് കീറുന്ന സമയത്ത് നമ്മൾ കൊത്തുന്നത്, പറമ്പ് കിളയ്ക്കുന്ന സമയത്ത് കൈക്കോട്ട് കൊണ്ട് കിളച്ചു മറിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത്, അതേപോലെ ഏതെങ്കിലും ഒരു സാധനം അടിച്ച് പരത്താൻ വേണ്ടിയിട്ട് പൈലിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? ഭൂമിയുടെ ഉറപ്പ് പരിശോധിക്കാൻ നടത്തുന്ന പൈലിംഗ്. അപ്പൊ ഇവിടെയെല്ലാം വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് വളരെ ഷോർട്ട് ടൈമിലേക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അത്തരം ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇമ്പൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇമ്പൾസ്, ഏതാണ് ഇമ്പൾസ് അല്ലാത്തത് എന്നൊക്കെ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സാധാരണ നമ്മൾ ഫോഴ്സ്, ഇമ്പൾസ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഫോഴ്സ് അല്ലെ? പക്ഷെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെയല്ല ഇമ്പൾസ്. ഇമ്പൾസ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് the acting force and the time taken to act that force. എത്ര ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ആ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യേണ്ടിരുന്ന ടൈം എത്രയാണോ, ഇതിന്റെ പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും ഇമ്പൾസിന്റെ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഇറ്റ് ഈസ് ന്യൂട്ടൺ. ആൻഡ് സെക്കൻഡ് അല്ലെ? ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. സോ യൂണിറ്റ് ഓഫ് ഇമ്പൾസ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ്. ദെൻ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ച് ഇൻ മൊമെന്റം ആൻഡ് ഇമ്പൾസ്? ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് ഒന്ന് നോക്കൂ. എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ടൈം അല്ലെ? ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്താണ്? ചേഞ്ച് ഇൻ momentum by time into time.
അല്ലെ നോക്കിക്കേ, ഇമ്പൾസ് ഫോഴ്സ് എന്താന്ന് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. ചേഞ്ച് ഇൻ മൊമെന്റം, ആ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാകാൻ എടുക്കുന്ന സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഫോഴ്സ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇമ്പൾസ് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ഇമ്പൾസ്. ആ ഫോഴ്സ് ഇൻറ്റു ടൈം, ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഫോഴ്സിന്റെ പൊസിഷനിൽ റീപ്ലേസ് ചെയ്തു. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഇൻറ്റു ടൈം. ടൈം എന്ത് ചെയ്തു? വെട്ടിപ്പോയി. സോ നോക്കൂ, ഇതെന്താ അതിന്റെ റിലേഷൻഷിപ്പ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ആ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് എന്തെന്ന് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എങ്ങനെ നമ്മൾ കാണാം? മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി v minus u, അല്ലെ? ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്? വാട്ട് ഈസ് ഇമ്പൾസ്? എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. വളരെ കുറച്ച് സമയത്തേക്ക് പ്രയോഗിക്കപ്പെടുന്ന ഒരു വലിയ ഫോഴ്സ്. അതിന് ഏറ്റവും പ്രധാന എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ നമ്മുടെ മനസ്സിലോർക്കുക, ചുറ്റിക കൊണ്ടടിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുക. നമ്മൾ ആഞ്ഞടിക്കുന്നു, വളരെ കുറച്ച് സമയത്തേക്ക് അത് ആക്ട് ചെയ്യുന്നു. How we calculate impulse? Impulse is the product of force and time. Impulse is equal to force into time. What is the unit of impulse? Newton second. Then, what is the relationship between impulse and change in momentum? We found that impulse is equal to change in momentum of an object. Okay. നമുക്ക് ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. So here is a question. A person is hitting a nail with 400 Newton with a hammer. Find the impulse if time of contact is 0.01 second. 400 Newton ഫോഴ്സ് കൊണ്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. അതിനെടുക്കുന്ന ടൈമോ 0.01 സെക്കൻഡ് ആണ്. Can you find out impulse? So our equation എന്താണ്? ഇമ്പൾസ് is equal to force into time. Then if we have force, we have to write it. How much is force? It is 400 Newton. And how much time is taken? 0.01 second. Isn't it? Then impulse. How we calculate impulse? Impulse is equal to force into time, or F into T. How much is force? It is 400 Newton and time 0.01. So when we multiply 400 with 0.01, how much will be it? And the position there. 4 Newton second. വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. ഇമ്പൾസ് കറക്റ്റ് അല്ലേ? ഫോഴ്സ് ഇൻറ്റു ടൈം. ഇനി certain സിറ്റുവേഷനിൽ ഇമ്പൾസ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടും വരുന്നു, certain സിറ്റുവേഷനിൽ അത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും മാറുന്നു. അങ്ങനത്തെ ഒരു 2-3 സിറ്റുവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. In the case of left side, when you go through these examples, hitting a nail, kicking a ball, a karate kick, in all these situations, hitting a nail, kicking a ball, karate kick, etc. ഈ സിറ്റുവേഷൻസിൽ നമ്മൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു ലോങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അത് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്നു. നെയിൽ എന്ത് ചെയ്യുന്നു? പലകയിലേക്കാണെങ്കിൽ കടന്ന് പോകുന്നു. ബോള് വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നു. കരാട്ടെ കിക്ക്, ആ കരാട്ടെ കിക്കിലൂടെ ആൾക്ക് ഓടും ഇഷ്ടികയൊക്കെ ഇടിച്ച് പൊട്ടിക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അത് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്നു. ഡിസഡ്വാൻറ്റേജസ്, ക്യാച്ചിങ് എ ബോൾ, വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്ന ബോൾ ക്യാച്ച് ചെയ്താൽ നമുക്ക് ആ പ്ലെയറെ ഔട്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെ? സോ വി ട്രൈ ടു ക്യാച്ച് ദ ബോൾ. ദെൻ വാട്ട് ഹാപ്പൻ? ദ ബോൾ ഹിറ്റ് വിത്ത് എ സ്ട്രോങ് ഫോഴ്സ്, ആൻഡ് വെൻ യു ഹോൾഡ് ദാറ്റ് ബോൾ we feel so much pain. Sometimes our hand will be got damaged. ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, അല്ലേ? ദെൻ ഫാളിംഗ് ഓൺ ഗ്രൗണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഹൈറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് താഴത്തേക്ക്
വീഴുന്ന സമയത്ത് നമ്മുടെ ബോഡി ആ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാനും ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒക്കെ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം സമയങ്ങളിൽ ഇമ്പൾസ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്ന സമയത്ത് ഇമ്പൾസ് അല്ലെങ്കിൽ അതിന്റെ ആ ഇഫക്റ്റ്, ടോട്ടൽ ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ എന്താ മാർഗം? ആ ഇമ്പൾസ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ഇഫ് യു ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ദാറ്റ് ആക്ഷൻ ഓഫ് ഫോഴ്സ്, the effect of that force will be reduced. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഒരു ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നോട്ട് പിടിക്കല്ലേ ചെയ്യാം. നമ്മൾ ആ ബോളിനെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ എന്ത് ചെയ്യും? മൂവ് ബാക്ക്വേർഡ്, അല്ലെ? പുറകോട്ട് കൈയിനെ നീക്കും. പുറകോട്ട് കൈയിനെ നീക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ബോള് നിന്നുള്ള ഫോഴ്സ് നമ്മളെ കയ്യിൽ ആക്ട് ചെയ്യുന്നത് കൂടുതൽ സമയമെടുക്കും. അപ്പൊ അതിന്റെ ഇമ്പാക്ട് കുറയും. ഇനി ഫാളിങ് ഓൺ ഗ്രൗണ്ട്, നമ്മുടെ ജമ്പേഴ്സ് ഒക്കെ, ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചാടുന്ന ആൾക്കാരെ നോക്കിയാൽ അറിയാം. ഈ ലോങ് ജമ്പ് ചാടുന്ന ആൾക്കാർ ചാടുന്നത് എങ്ങോട്ടാണ്? പിറ്റിലേക്കാണ്, അല്ലെ? പിറ്റിൽ നിറച്ച് എന്താ ഉള്ളത്? മണലാണുള്ളത്. ആ മണലിലേക്ക് ചാടുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ചാടുന്ന സമയത്ത് സ്ട്രോങ് ഗ്രൗണ്ടിലാണെങ്കിലോ ഹിറ്റ് ചെയ്താൽ ഇതേപോലെ ബ്രോക്ക് ആണ്. മണലിലേക്കാകുമ്പോഴോ ആ മണലില് വളരെ സ്ലോ ആയിട്ടാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതും സമയമെടുത്താണ് നമ്മളൊരു റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഹൈ ജമ്പ് ചാടുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പോൾ വോൾട്ട് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ചാടി കഴിഞ്ഞാൽ പിന്നെ വീഴുന്നത് എങ്ങോട്ടാണ്? ബെഡിലേക്കാണ്, അല്ലെ? അതിന്റെ പ്രത്യേക ടൈപ്പ് ബെഡ് ഉണ്ട്, ആ ബെഡിലേക്കാണ് വീഴുന്നത്. ആ ബെഡിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ചെന്ന് തട്ടല്ല, മെല്ലെ താഴത്തേക്ക് പോയിട്ട് കുറെ സമയമെടുത്താണ് നമ്മൾ റെസ്റ്റിംഗ് പൊസിഷനിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ പീരീഡ് ഓഫ് ടൈം, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പീരീഡ് ഓഫ് ടൈം എന്ത് ചെയ്യുന്നു? ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ബൈ ഇൻക്രീസിംഗ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം ഓഫ് ആക്ടിംഗ് ദ ഫോഴ്സ്, വി ക്യാൻ റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഇമ്പൾസ്, അല്ലെങ്കിൽ ഫോഴ്സ്. അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ ചില സമയത്ത് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്നു, ചില സമയത്ത് അത് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്നു. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വി ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ദാറ്റ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. അതിന്റെ ആക്ഷൻ ഓഫ് ഫോഴ്സിന്റെ ഡ്യൂറേഷൻ കൂട്ടുന്നു. അപ്പൊ ടോട്ടൽ ഇമ്പാക്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, ക്ലിയർ? സോ അവർ നെക്സ്റ്റ് പാർട്ട് ഈസ് the third law of motion. Like first law നമ്മൾ പഠിച്ചു, second law പഠിച്ചു. Now we are moving to the third law of motion. To every action there is an equal and opposite reaction. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ചിലതിൽ നമ്മൾ അതിന്റെ പ്രവർത്തനമായിരിക്കും പ്രയോജനപ്പെടുത്തുന്നത്, ചിലതിൽ നമ്മൾ അതിന്റെ പ്രതിപ്രവർത്തനമായിരിക്കും പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഏതൊക്കെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടോ അവിടെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും അത് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ബോർഡിൽ ഞാൻ വരച്ചിരിക്കുന്ന ടെക്സ്റ്റ് ഉള്ള അതേ ഒരു ഡയഗ്രമാണ്. അപ്പൊ ഇവിടെ ഹിയർ ഈസ് എ ടെസ്റ്റ് ട്യൂബ് വിച്ച് ഈസ് ക്ലോസ്ഡ് വിത്ത് എ കോർക്ക്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് എയർ. And I am heating this freely suspended test tube with a spirit lamp. We know that when the test tube heats up, the air inside the test tube also heats up and start to expand. Okay? When the gas expands, what happens? Suddenly, the cork shot out or thrown out of the test tube. Okay, we know that the cork will be thrown out of the test tube. It will be shorted out. പുറത്തേക്ക് തെറിച്ചു പോകും. ഇപ്പൊ നമ്മുടെ കോർക്ക് ഇരിക്കുന്ന എവിടെയാണ്? The cork is now here. ഇവിടെയാണ് നമ്മുടെ കോർക്ക് ഇരിക്കുന്നത്. Okay, so it is because of the high pressure developed inside the glass tube and the air pushes the cork to outwards. Okay, when this cork pushes outwards, you can see another motion there. The test tube will move backward or in this direction.
യഥാർത്ഥത്തില് അവിടുത്തെ എയർ എക്സ്പാൻഡ് ചെയ്ത് അതിന്റെ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ കോർക്ക് അങ്ങോട്ട് പുറത്തേക്ക് തെറിച്ചു പോകും. അപ്പൊ ആ കോർക്കിന് അങ്ങോട്ട് പോയാൽ പോരെ. അത് നോക്കുന്ന നമുക്കൊരു കാര്യം കൂടി മനസ്സിലാവും, ഈ ടെസ്റ്റ് ട്യൂബ് പുറകിലേക്ക് നീങ്ങുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എയർ കോർക്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ മുന്നോട്ട് തള്ളുന്ന സമയത്ത് വേറെ ഏതോ ഒരു ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുകയും ആ ഫോഴ്സ് കാരണം ഈ ടെസ്റ്റ് ട്യൂബ് പുറകിലേക്ക് നീങ്ങുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, പുറകിലേക്ക് ഒന്ന് ആടിയത്. ഓക്കെ, എവിടെ നിന്നാണ് ആ ഫോഴ്സ്? When the high pressured air apply a force on the cork will apply a force on the test tube in the opposite direction in equal quantity. ഈ എയർ കോർക്കിനെ പുറത്തേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ആ കോർക്ക് എന്ത് ചെയ്യുന്നു, ഈ ടെസ്റ്റ് ട്യൂബിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഏത് ഡയറക്ഷനില്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പൊ കോർക്ക് അങ്ങോട്ട് പോകുന്നു, കോർക്ക് അപ്ലൈ ചെയ്ത ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് കാരണം ടെസ്റ്റ് ട്യൂബും ഇങ്ങോട്ട് പോരുന്നു. ഇവിടെ ആദ്യം സംഭവിച്ചത് എന്താണ്, ആരിലാണ് ആദ്യം ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ടത്? കോർക്കിലാണ്, അല്ലെ? ബിക്കോസ് ഓഫ് ദ ഹൈ പ്രഷർ എയർ. അപ്പൊ നമുക്ക് ചെയ്യാം, ഇറ്റ് ഈസ് ആക്ഷൻ. ഇറ്റ് ഈസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ആക്ഷൻ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദ കോർക്ക് എക്സേർട്ട് an equal and opposite force on the test tube, and because of that reason test tube move backwards and it is considered as a reaction. Okay, so whenever there is an action takes place, there will be a reaction. Sometimes it is visible, sometimes it will be invisible. ചിലത് നമുക്ക് ആ സാഹചര്യത്തിൽ കാണാനും മനസ്സിലാക്കാൻ പറ്റും, ചിലത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, to every action there is an equal and opposite reaction. അവിസിബിൾ ആയ സാഹചര്യങ്ങളിൽ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തും, ഇൻവിസിബിൾ ആയ സാഹചര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. ഓക്കെ, സോ തേർഡ് ലോ ഓഫ് മോഷൻ ഈസ് ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ എക്സാമ്പിളോട് കൂടി അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിൽ രണ്ട് ഫോഴ്സ് ഏതൊരു പ്രവർത്തനത്തിനും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആദ്യം ആക്ട് ചെയ്യുന്നതിനെ നമ്മൾ ആക്ഷൻ എന്നും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നതിന് റിയാക്ഷൻ എന്നും വിളിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് നമ്മൾ തോണിയിൽ നിന്ന് കരയിലേക്ക് കയറുന്ന സമയത്ത്. അപ്പൊ നമ്മളൊരു പ്ലാറ്റ്ഫോം, ഇത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ വെള്ളമുണ്ട്, ഇവിടെയായിട്ട് നമ്മുടെ തോണി നിൽക്കുന്നു. ഈ തോണിയിൽ നിന്ന് ഒരാൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നത്? ഹി അപ്ലൈ എ ഫോഴ്സ് ഓൺ ദ ബോട്ട്. Then the boat will give back a force, and because of the force the person reaches the ground. ആദ്യം എന്ത് ചെയ്യുന്നു? അയാള് ബോട്ടിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോട്ട് എന്ത് ചെയ്യും? ബോട്ട് വിൽ ഗിവ് ബാക്ക് എ റിയാക്ഷൻ, ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് റിയാക്ഷൻ പേഴ്സൺ റീച്ചസ് ടു ദ ഗ്രൗണ്ട്. And when you observe the boat, what you can see? The boat will move backwards. എന്താ ഞാൻ പറഞ്ഞത്? നമുക്ക് തോണിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? തോണിയിൽ നമ്മളൊന്ന് ശക്തിയായിട്ട് ബലം പ്രയോഗിക്കണം. മെല്ലെ ചവിട്ടിയാൽ പോരാ, നന്നായിട്ട് ചവിട്ടണം. അങ്ങനെ നന്നായിട്ട് ചവിട്ടിയതിനു ശേഷം നമ്മൾ കരയിലേക്ക് എത്തുന്നത്. ആ നന്നായിട്ട് ചവിട്ടുന്ന സമയത്ത് കരയിലേക്ക് എത്തുന്ന എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആയിട്ട് തോണി നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് തരുന്നു. ആ ഫോഴ്സ് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ കരയിലേക്ക് എത്തുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ എവിടെയാ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഈ ബോട്ടിലാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സ് ആണ് ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ആക്ഷൻ ആൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോട്ട് ഓൺ us is considered as the reaction. സോ ഇവിടെ നമുക്ക് എന്ത് വിസിബിൾ ആണ്? റിയാക്ഷൻ വിസിബിൾ ആണ്. ആ റിയാക്ഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എവിടേക്ക് എത്തുന്നത്? കരയിലേക്ക് എത്തുന്നത്. ഇനി എന്തായിരിക്കും ആക്ഷൻ ഇവിടെ നടക്കുക? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഫോഴ്സ് കാരണം
the boat will move somewhat backward. Boat പുറകിലേക്ക് നീങ്ങും. So ഇത് റിയാക്ഷൻ, ബോട്ടിന്റെ ബാക്കിലേക്കുള്ള മൂവ്മെന്റ്. നമ്മൾ കരയിലേക്ക് എത്തുന്നത്, സോറി, ഇത് ആക്ഷൻ. ആക്ഷൻ കൊണ്ട് സംഭവിക്കുന്നത്, because of action boat move backwards, and because of reaction we reaches the ground. The action is done by the person, reaction is given by the boat. Okay. Here we have another question. So here is a term, an equal and opposite reaction. So two forces, both are equal and opposite. But why they do not cancel each other? Why they do not cancel each other? എന്തുകൊണ്ടാണ് അത് പരസ്പരം ക്യാൻസൽ ആയി പോകാത്തത്? What is the reason behind that? ഇപ്പോൾ ഒരു ടേബിൾ അല്ലേ, one person is pulling in this direction and the other person in the opposite direction. If they are applying same amount of force, what will happen to the table? What will happen to the table? Nothing will happen to the table, isn't it? Both are pulling the table in the opposite direction with the same force. But in this case, in the case of third law of motion, even if the action and reaction are equal and opposite, they do not cancel each other. What is the reason behind that? So when you observe that, it is right, reaction and action are equal and opposite, but they are acting in two different objects, isn't it? So here action is happening in the case of core, reaction is happening on the test tube. And the earlier discussed, in the case of boat and person, action is happening on the boat and the reaction is happening on the person who is jumping out of the boat. So if even if the force is equal and opposite, and if they are acting on a single object, they will be cancel each other, as in the case of table. But in third law of motion, we have action and reaction. Even if both are equal and opposite, they are acting on different bodies, so they never cancel each other. Clear? Okay, now look, we are going to discuss about walking of a person. How a person walk forward. So when he places his foot on the ground, the person applies a force downwards. He pushes his leg forcefully downwards. Then what happens? The ground will exert an upward force in the opposite direction. So the downward is action and the reaction will be given by the ground, and with the help of reaction our foot will move upwards and step to the next position. So in this way we walk on the ground. We are actually applying force on the ground. Then the returning, with the help of that returning reaction, our legs move upwards and reaches to the next position. In that way we walk forward. So here we are discussing about three types of surfaces. One, a normal ground through which we walk. Another one, an ice surface or icy surface. Then mud or sand. Is it same in all these cases of walking? When we walk through the normal ground, it is easy to walk. But when we walk through the icy surface, it will be slippery. The surface will be so much slippery. We cannot easily walk. Sometimes we may fall on the ground. Then when you walk through mud or sand, when we walk through the mud or sand, we feel difficulty to walk. So what are the problems of these surfaces?
In normal cases, in normal ground can give us the reaction equal and opposite manner. But in the case of icy surface, that surface cannot able to give us the reaction properly. Or no, we can say the reaction is very least in the case of icy surface or oily surface. In the case of mud and sand, the reaction will be very less. So because of these reasons, the easiness of walk will be differ in different surfaces. Okay? ഈ 3 കേസിലും നമ്മൾ ഒരുപോലെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ നോർമൽ ഗ്രൗണ്ടിൽ നിന്ന് കൃത്യം റിയാക്ഷൻ കിട്ടും. നമുക്ക് സുഖമായിട്ട് നടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു ഐസി സർഫസിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓയിൽ വീണ ഒരു തറയിലൂടെ നമ്മൾ നടക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ നമുക്ക് കൃത്യമായ റിയാക്ഷൻ കിട്ടില്ല. നമ്മുടെ കാല് സ്ലിപ്പായി പോവുകയാണ് ചെയ്യുക. അല്ലെ, പൊസിഷൻ പൊക്കിയെടുത്ത് മുന്നോട്ട് വെക്കാൻ നമുക്ക് സാധിക്കില്ല. സോ ദ റീസൺ ഈസ് അവിടെ റിയാക്ഷൻ തരാൻ ആ സർഫസിന് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഒട്ടും സാധിക്കുന്നില്ല. അതേസമയം ഒരു മഡ്, ചെളി നിറഞ്ഞ ഒരു സ്ഥലത്ത് കൂടി, അതല്ലെങ്കിൽ മണൽപ്പരപ്പിലൂടെ, കടൽ തീരത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതിനകത്തൂടെ നടക്കുമ്പോൾ ഒരു ഗ്രൗണ്ടിൽ നടക്കുന്നത് പോലെയാണോ? അല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ടി ടു വാക്ക് ത്രൂ ദ സച്ച് സർഫസസ്. അവിടെ എന്താണ്, അവിടെ റിയാക്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി നോട്ട് ഈക്വൽ ടു ദ ആക്ഷൻ. നമ്മൾ കൊടുക്കുന്ന ആക്ഷൻ ഈക്വൽ ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഐസി സർഫസിലോ മഡ് സാൻഡിലൂടെയൊക്കെ നമുക്ക് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ. ഞാൻ ഈ തേർഡ് ലോ ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ എക്സാമ്പിൾസ് ഉള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പൊ ഇന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ ഒന്ന് ക്ഷമിക്കുക. എനിക്ക് ഇന്നും കൂടെ ഈ ഡ്യൂട്ടി ഉണ്ട്. അടുത്ത ആഴ്ച മുതൽ ഡ്യൂട്ടി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റിലേക്ക് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ മാറുന്നതാണ്. അന്ന് നമുക്ക് നിങ്ങളുടെ ഇതിനു മുമ്പ് പറഞ്ഞ ഏത് കാര്യത്തിലുള്ള ഏത് സംശയവും നമുക്ക് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം. എത്രത്തോളം പ്രോപ്പറായി എന്ന് എനിക്കറിയില്ല, കാരണം നമ്മൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവുന്നില്ല നമ്മളുടെ ഇതുവരെയുള്ള ക്ലാസ്സിന്. അപ്പൊ ഇന്ന് ഈ ക്ലാസ് സശ്രദ്ധം വീക്ഷിക്കുക, പറഞ്ഞ കാര്യങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഇമ്പൾസ് വരെയുള്ള നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നോട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം.